പുത്രി 1966 മാർച്ച് 4-ന് പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് പുത്രി. കഥാതിരക്കഥ കാനം ഇ.ജെ, ഗാനരചന ഒ.എൻ.വി, സംഗീതം എം.ബി. ശ്രീനിവാസൻ, പാടിയവർ പി. ലീല, എസ്. ജാനകി, യേശുദാസ്, കമുകറ പുരുഷോത്തമൻ, ഛായാഗ്രഹണം ഇ.എൻ.സി. നായർ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: തിക്കുറിശ്ശി പുന്നച്ചൻ, ദീനാമ്മ പങ്കജവല്ലി, മധു ബാബു, ശാന്തി ജെസ്സി, ആറന്മുള പൊന്നമ്മ പുന്നച്ചൻ്റെ ഭാര്യ, ജി.കെ. പിള്ള ചാക്കോച്ചൻ, ജ്യോതികുമാർ ജോയി, എസ്.പി. പിള്ള തോട്ടം കങ്കാണി, സരസമ്മ ഏലി, ബാബു ജോസഫ് പുന്നച്ചൻ്റെ വേലക്കാരൻ. കൂടാതെ ഇട്ടി പങ്കജവല്ലി എന്നിവരും അഭിനയിച്ചു. നിർമ്മാണവും സംവിധാനവും പി. സുബ്രഹ്മണ്യം. അക്കാലത്തെ ഹിറ്റ് പാട്ടുകളിൽ ഒന്നായ കാട്ടുപൂവിൻ കല്യാണത്തിന് പാട്ടുപാടും മൈനകളെ എന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. കഥ: പുന്നച്ചൻ സമ്പന്നനാണ്. പൂമുറ്റം തോട്ടം ഉടമയുമാണ്. തോട്ടത്തിൻ്റെ ഭരണമെല്ലാം മുതിർന്ന മകനായ ബാബുവിനെ പുന്നച്ചൻ ഏൽപ്പിച്ചു. ദീനാമ്മ നേഴ്സാണ്. അവൾക്കൊരു മകളുണ്ട്, ജെസ്സി. ജെസ്സി സുന്ദരിയാണ്. ജെസ്സിയും ബാബുവും തമ്മിൽ പ്രണയത്തിലായി. അവർ പ്രേമലേഖനം കൈമാറിയിരുന്നത് ബാബുവിൻ്റെ ലയൺ എന്ന നായയിലൂടെയാണ്. അവർ വിവാഹവും കുടുംബജീവിതവും സ്വപ്നം കണ്ടു. പ്രണയം രഹസ്യമായിരുന്നെങ്കിലും ആ രഹസ്യം മനസ്സിലാക്കാൻ പുന്നച്ചനും ദീനാമ്മയ്ക്കും കഴിഞ്ഞു. ദീനാമ്മ മകളെ ഗുണദോഷിച്ചു, മർദ്ദിച്ചു. എന്നിട്ടും പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ അവൾ തയ്യാറായില്ല. ഈ വിവാഹം ഒരിക്കലും നടന്നുകൂടാ. പുന്നച്ചനും ദീനാമ്മയും തീരുമാനിച്ചു. അതിന് ഒരു കാരണവുമുണ്ട്. അതൊരു പൂർവ്വകഥ. ദീനാമ്മ നേഴ്സായി ജോലി നോക്കിയിരുന്ന ആശുപത്രിയിൽ ഒരിക്കൽ ചികിത്സാർത്ഥം പുന്നച്ചൻ ചെന്നിരുന്നു. അവിടെ വച്ച് അയാൾ ദീനാമ്മയുമായി അടുത്തു. ആ ബന്ധത്തിൽ ദീനാമ്മയ്ക്ക് ഒരു കുഞ്ഞു പിറന്നു. അതാണ് ജെസ്സി. വിവാഹത്തിന് മുന്നേ ഗർഭിണിയായ ദീനാമ്മയെ ആശുപത്രിക്കാർ പിരിച്ചുവിട്ടപ്പോൾ പുന്നച്ചൻ അവളെ എസ്റ്റേറ്റിൽ നേഴ്സായി ജോലിക്കെടുത്തു. എന്നു മാത്രമല്ല, അവരെ വേണ്ടുവോളം പുന്നച്ചൻ സഹായിക്കാനും തുടങ്ങി. എന്താണിനി ചെയ്യുക? പുന്നച്ചൻ വിഷാദഭക്തനായി. ഒടുവിൽ ഒരു മാർഗം അയാളിൽ തെളിഞ്ഞു വന്നു. അതുപ്രകാരം ഒരു കോൺഫറൻസിന് എന്ന പേരിൽ ബാബുവിനെ മദ്രാശിയിലേക്ക് അയാൾ അയച്ചു. തോട്ടം സൂപ്രണ്ടിൻ്റെ മകനായ ജോയിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. ജോയിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാളുടെ അപ്പച്ചൻ്റെ കടുത്ത നിർബന്ധം മൂലം സമ്മതം മൂളി. ജെസ്സി വിവാഹത്തെ അനുകൂലിക്കാതിരുന്നപ്പോൾ ദീനാമ്മ അവളോട് ആ രഹസ്യം വെളിപ്പെടുത്തി. ബാബു ജെസ്സിയുടെ സഹോദരനാണെന്ന രഹസ്യം. അതോടെ അവളും സമ്മതിച്ചു. ബാബു മദിരാശിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ജെസ്സി ജോയി വിവാഹം നടത്തി. ആദ്യ രാത്രി അവളുടെ പ്രണയ സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ലയൺ എന്ന നായ പിന്തുടരുക മാത്രമല്ല, ആക്രമിക്കാൻ മുതിരുകയും ചെയ്തു. അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് ജോയി അതിനെ വെട്ടിയും കുത്തിയും കൊന്നു. ബാബു അന്ന് മദിരാശിയിൽ നിന്നും എത്തിയിരുന്നു. ജെസ്സി തന്നെ വഞ്ചിച്ചു എന്നവൻ കരുതി. അവൻ വഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യാനായി അവരുടെ അടുത്തേക്ക് കുതിച്ചു. ആരുടെയും വിശദീകരണം കേൾക്കാൻ അവൻ നിന്നില്ല. ജെസ്സിക്ക് നേരെ നിറയൊഴിച്ചു ബാബു. ജെസ്സി വെടിയേറ്റു വീണു. ജെസ്സിയുടെ മരണം പുന്നച്ചന് വലിയൊരു ആഘാതമായി. തൻ്റെ മകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊന്നതോ മകനും. അദ്ദേഹം ആ രഹസ്യം മറച്ചുവച്ചില്ല. മകനോടയാൾ തുറന്നു പറഞ്ഞു. താൻ കൊന്നത് തൻ്റെ കാമുകിയെയല്ല, സഹോദരിയെ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ബാബു കുറ്റബോധം കൊണ്ട് നിലനിൽപ്പില്ലാത്തവനായി. സഹോദരിയെ കൊന്ന അതേ തോക്ക് തൻ്റെ വിരുമാറിലേക്കവൻ അമർത്തി. മരണം അവനെയും കൊണ്ടുപോയി.